CPM-ന് സരിൻ, കോൺഗ്രസിന് സന്ദീപ് വാര്യർ, പിന്നെ ഒരു PV അൻവറും. ഉത്തരേന്ത്യയിലൊക്കെ കണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. ഒരു പാർട്ടിക്ക് വേണ്ടി അരയും തലയും മുറുക്കി പ്രവർത്തിച്ചവർ തെരഞ്ഞെടുപ്പ് കാലത്ത് കരണം മറിഞ്ഞ് മറുകണ്ഠം ചാടുന്നത്. ഇന്നലെ വരെ വിമർശിച്ചവനും ശത്രുക്കളുമായിരുന്നവർ നേരം ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് പിരിയാൻ കഴിയാത്ത കൂട്ടുകാരാകും. ഞങ്ങൾ ഒന്നാണ്. ഒരു പാത്രത്തിലുണ്ട് ഒരു പായിൽ കിടന്നുറങ്ങിയവർ കല്യാണത്തിന് കണ്ടാൽ കൈ കൊടുക്കാൻ പോലും തയ്യാറാകാത്ത ശത്രുക്കളായി മാറും. രാഷ്ട്രീയത്തിൽ ആത്മാർത്ഥ ശത്രുക്കളോ ആത്മമിത്രങ്ങളോ ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമ്മൾ മലയാളികൾക്ക് അതത്ര ശീലമുണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതിയ ശീലങ്ങളൊക്കെ ആയി വരുന്നു. ഈ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള വോട്ടർമാർ എന്തൊക്കെ കണ്ടു? ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഖ്യ ശില്പിയും 4 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന K. കരുണാകരന്റെ മകൾ എന്ന മേൽവിലാസത്തിൽ നിന്നും BJP നേതാവായി മാറിയ പത്മജ, 28 വർഷത്തെ രാഷ്ട്രീയ ജീവിതം റദ്ദു ചെയ്തുകൊണ്ടുള്ള പത്മജയുടെ പോക്ക് തെല്ലൊരു ഞെട്ടലോടെയാണ് പലരും കണ്ടത്. ഇങ്ങനെയൊക്കെ മാറാനൊക്കുമോ എന്ന് പലരും ചോദിച്ചു. പക്ഷെ അതൊരു സിഗ്നൽ ആയിരുന്നു, ഒരു വലിയ പച്ച സിഗ്നൽ. കേരളത്തിലെ പ്രഗത്ഭമായ രാഷ്ട്രീയ കുടുംബത്തിലെ ഇളമുറക്കാരിക്ക് അതുവരെ ശത്രുക്കളെന്ന് പറഞ്ഞവർക്കൊപ്പം അഭിമാനത്തോടെ ഇരിക്കാമെങ്കിൽ പിന്നെ ഇന്നലെ വന്നവർക്കും അവരെ കണ്ട് വളർന്നവർക്കും എന്തുകൊണ്ടായിക്കൂടാ എന്ന വാദം. അതൊന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഒക്ടോബർ 15-നാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. കൃത്യം ഒരു മാസം കഴിഞ്ഞ് നവംബർ 13-ന് വോട്ടെടുപ്പ്. ഈ ഒരു മാസത്തിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു? ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രഖ്യാപിച്ചതായിരുന്നു തുടക്കം. അതോടെ കോൺഗ്രസിനോട് ഉടക്കി P. സരിനെത്തി. സ്ഥാനാർത്ഥിയാക്കാത്തതിലല്ല തന്റെ പ്രതിഷേധം എന്ന് പറഞ്ഞയാളെ പിന്നെ കാണുന്നത് സ്ഥാനാർത്ഥിയായ സഖാവ് സരിനായാണ്. സഖാവായി കഴിഞ്ഞോ? പൂർണ്ണമായും. കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള പോരാട്ടത്തിനിടയിൽ കിട്ടിയതെല്ലാം വോട്ടാക്കി മാറ്റാനുള്ള സുവർണാവസരം കിട്ടിയത് BJP-ക്കായിരുന്നു. വലിയ തട്ടലും മുട്ടലും ഒന്നുമില്ലാതെ നൈസായി അങ്ങനെ പോകുന്നതിനിടയിലാണ് സന്ദീപ് വാര്യർ വെടിപൊട്ടിച്ചത്. ഞാൻ ഇന്ന് ഈ നിമിഷം കോൺഗ്രസിന്റെ ആഫീസിൽ ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി K. സുരേന്ദ്രനും സംഘവുമാണ്. പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയ സന്ദീപിന് വേണ്ടി CPM-ഉം കോൺഗ്രസും തമ്മിൽ ഒരു പിടിവലി പോലും നടന്നു. ഒടുവിൽ CPM കൈവിട്ടതോടെ കോൺഗ്രസ് സന്ദീപിന്റെ കൈപിടിച്ചു. ഇപ്പോൾ CPM-ന് സരിനുണ്ടെങ്കിൽ കോൺഗ്രസിന് സന്ദീപ് ഉണ്ട്. രണ്ടുപേരും തമ്മിൽ ചില സാമ്യതകളുമുണ്ട്. നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. കോൺഗ്രസിന്റെയും BJP-യുടെയും പുലിക്കുട്ടികളായിരുന്നു സന്ദീപും സരിനും. എല്ലാത്തിനും സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായമുള്ളവർ, കണ്ണടച്ച് വിമർശിക്കുന്നവർ, ഫോളോവേഴ്സിന്റെ കാര്യത്തിലും പിന്നിലല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞാണ് സരിൻ CPM-ലെത്തിയതെങ്കിൽ പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ വിമർശിച്ചാണ് സന്ദീപ് കോൺഗ്രസിലേക്ക് കാലെടുത്ത് വെച്ചത്. കഴിഞ്ഞ മാസം വരെ വിമർശിച്ചവരെ പുകഴ്ത്തുകയും പുകഴ്ത്തിയവരെ വിമർശിക്കുകയും ചെയ്താൽ രണ്ടുപേരുടെയും പുതിയ രാഷ്ട്രീയ നിലപാടായി. ഇത്രയേ ഉള്ളൂ. പക്ഷെ ശരിക്കും അങ്ങനെയാണോ? അത്രയുള്ളോ സമ്പന്നമായ ചരിത്രം പേറുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയം? ചോദ്യം അതാണ്. സരിൻ മിടുമിടുക്കൻ എന്ന് പിണറായി വിജയൻ തൊട്ട് മുഹമ്മദ് റിയാസ് വരെ പറയുന്നു. തൊട്ടപ്പുറത്ത് സ്നേഹത്തിന്റെ കടയിൽ അംഗത്വമെടുത്ത സന്ദീപിനെ പുകഴ്ത്തിയിട്ട് VD സതീശനും K. സുധാകരനും മതിയാകുന്നില്ല. എങ്ങോട്ടാണ് രാഷ്ട്രീയ കേരളത്തിന്റെ പോക്ക്? പ്രിയദർശൻ സിനിമയിലെ ക്ലൈമാക്സ് പോലെയാണ് നിലവിലെ കേരള രാഷ്ട്രീയം. സ്നേഹിക്കുന്നവരെ എപ്പോഴും ഒരുമിച്ച് കഴിയുന്നതാണ് നല്ലത്. ഇപ്പൊ തീരുമാനിക്കണം. മതേതരത്വം പറഞ്ഞവരെയും ന്യൂനപക്ഷ വിരുദ്ധത പ്രചരിപ്പിച്ചവരെയും പുതിയ വേദികളിൽ കാണുന്നു. തീവ്ര നിലപാടുകാർ മൃദു നിലപാടുകാരാകുന്നു. മൃദു നിലപാടുകാർ നിലപാടേ ഇല്ലാത്തവരാകുന്നു. ഇതിനെല്ലാം ഇടയിൽ ഒരു PV അൻവറും. വലിയൊരു ബോംബ് പൊട്ടിച്ചു തുടങ്ങിയത് നിലമ്പൂരിലെ MLA ആയിരുന്നു. പിണറായി വിജയൻ പിതാവിനെ പോലെ എന്ന് പറഞ്ഞു തുടങ്ങിയ അൻവർ പറഞ്ഞ് ബാപ്പയെ കുത്തിക്കൊന്ന് നാടുവിട്ട മകൻ എന്നുവരെ സ്വയം വിശേഷിപ്പിച്ചു. ഇടയിൽ കോൺഗ്രസുമായി ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിനും ശ്രമിച്ചു. ചേലക്കരയിൽ നിന്ന് രമ്യ ഹരിദാസിനെ പിൻവലിച്ചാൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നത് പരിഗണിക്കാമെന്ന് വരെ പറഞ്ഞു നോക്കി. പക്ഷേ ഒത്തില്ല. ചാഞ്ചാട്ടവും മറുകണ്ഠം ചാട്ടവും പാലക്കാട്ടുകാരും കേരളവും ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താകും ഇതിന്റെ എല്ലാം ഫലം? തൽക്കാലം നവംബർ 23 വരെ കാത്തിരിക്കാം.